അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചട്ടയണിഞ്ഞാൽ യുദ്ധം ചെയ്യാതെ പ്രവാചകന് അത് അഴിച്ചു വെക്കാൻ പറ്റില്ല എന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ സത്യത്തിൽ സഹാബിമാരുടെ മനസ്സുകളിൽ വലിയ ആവേശം വിതച്ചു. എല്ലാവരും തക്ബീർ മുഴക്കി ഉഹദിലേക്ക് മാർച്ച് ചെയ്യാൻ തയ്യാറായി. മാർച്ച് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈന്യത്തെ മൂന്നായി പകുത്തു. സത്യത്തിൽ ഇത് ഇസ്ലാമിക സേനയാണ്. അവിടെ മൂന്നാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം. പക്ഷേ യുദ്ധത്തിൻ്റെ ചില മുറകളുണ്ട്, ചില യുദ്ധ നിയമങ്ങളുണ്ട്. അതിന് വാലും കഴുത്തും കൈയും വലതും ഇടതും അങ്ങനെ പലതുമുണ്ട്. അങ്ങനെയെല്ലാമുള്ള വിന്യാസം സാധ്യമാകാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സേനയെ മൂന്നായി പകുത്തു. ഒന്നാമത്തേത് മുഹാജിറുകളുടെ സേന. അവരുടെ നേതൃത്വം മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു നൽകിയത്. അവരുടെ പതാക ഏന്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിനായിരുന്നു. രണ്ടാമത്തേത് അൻസാരികളുടെ സേനയാണ്. അൻസാരികൾ രണ്ട് പ്രധാനപ്പെട്ട കുടുംബമാണ് നമുക്കറിയാം, ഔസും ഖസ്റജും. അതിൽ ഔസ് ആ കുടുംബത്തിൻ്റെ നേതൃത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. മദീനയിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വലിയ ദാനങ്ങൾ നിർവഹിച്ചിട്ടുള്ള സഹാബിയാണ് ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെയാണ് ഔസ് ഗോത്രക്കാരുടെ നേതൃത്വം ചുമതല ഏൽപ്പിച്ചത്. പിന്നെ ഖസ്റജുകളാണ്. ഖസ്റജുകളുടെ നേതാവായി പൊതുവായ നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഉണ്ട്. പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ ആരും നേതാവാക്കുകയില്ല. അബ്ദുല്ലാഹിയുടെ സ്വഭാവം മട്ടും മാതിരിയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അബ്ദുല്ലായേക്കാൾ യുദ്ധകാര്യങ്ങളിൽ നിപുണനും തന്ത്രജ്ഞനുമായിരുന്ന ഹുബാബ് ബിനുൽ മുന്തിർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഖസ്റജുകളുടെ നായകത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചത്. 1000 പേരുണ്ടായിരുന്നു ഏതാണ്ട് ഇസ്ലാമിക സേനയിൽ. അവരിൽ 40ഓളം കുതിരകളാണ് ഉണ്ടായിരുന്നത് എന്നൊരഭിപ്രായമുണ്ട്. കുതിരകളെ ഉണ്ടായിരുന്നില്ല എന്ന രണ്ടാമത്തെ അഭിപ്രായവും അതിലുണ്ട്. 100 പടയങ്കികളാണ് ഉണ്ടായിരുന്നത്. പടയങ്കി എന്ന് പറഞ്ഞാൽ പടക്കുപ്പായം, തോലുകൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കുന്ന ശരീരത്തിൻ്റെ മർമ്മസ്ഥാനങ്ങളിൽ വെട്ടേൽക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രമാണ് പടയങ്കി. ഇതായിരുന്നു ഇസ്ലാമിക സേനയുടെ ആകത്തുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സേനയെ വിഭജിച്ച് സന്നദ്ധരാക്കി സജ്ജരാക്കി മഹാനായ നബിയും സ്വഹാബി സേനയും വടക്കോട്ട് പുറപ്പെട്ടു. അവർക്ക് വടക്കോട്ടാണ് പോകേണ്ടത്. നേരത്തെ നാം പറഞ്ഞ പോലെ മദീനയുടെ വടക്കാണ് ഉഹദ് പർവ്വതം നിൽക്കുന്നത്. ഉഹദ് പർവ്വതത്തിൻ്റെ താഴെയായി അൽ ഐനൈൻ എന്ന് പ്രാദേശികമായി പറയുന്ന ഒരു സ്ഥലത്താണ് നിലവിൽ മക്ക സൈന്യം തമ്പടിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ സനിയ്യത്തുൽ വിദായിലെത്തി. ഈ സനിയ്യത്തുൽ വിദായ് എന്ന് പറയുന്നത്, സനിയ്യത്ത് എന്ന അറബി ശബ്ദത്തിൻ്റെ അർത്ഥം കുന്ന് എന്നാണ്. ആ കാലഘട്ടത്തിൽ യാത്ര പോകുന്ന ആൾക്കാരുടെ ലാസ്റ്റ് പോയിൻ്റാണ് സനിയ്യത്തുൽ വിദാ. നമ്മൾ ചരിത്രങ്ങൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മദീനയുടെ ജോഗ്രഫി ഭൂമിശാസ്ത്രം വിലയിരുത്തുമ്പോൾ, ഏതാണ്ട് എല്ലാ പ്രധാന ഭാഗത്തേക്കും പോകുന്നിടത്തെല്ലാം സനിയ്യത്തുൽ വിദാ ഉണ്ട് എന്നാണ്. ഉദാഹരണമായി
തെക്കോട്ട് പോകുന്നവർക്ക് ഖുബായുടെ അടുത്ത് സനിയത്തുൽ വിദാ ഉണ്ട്. അതേപോലെ വടക്കോട്ട് പോകുന്നവർക്കും സനിയത്തുൽ വിദാ ഉണ്ട്. എന്തായിരുന്നാലും ദീർഘദൂര യാത്രക്കാർ മദീനക്കാരോട് വിട പറയുന്ന ആ പോയിന്റിലെത്തിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദൂരെ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വരുന്നു. അടുത്തെത്തിയപ്പോൾ മഹാനായ നബി ചോദിച്ചു, ആരാണത്? സഹാബിമാർ അന്വേഷിച്ച് പറഞ്ഞു കൊടുത്തു, നബിയെ, അത് മദീനയിലെ യഹൂദികളാണ്. അവർ അങ്ങയെ സഹായിക്കാനെന്ന നിലക്ക് വന്നിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹൽ അസ്ലമു? അവരെല്ലാം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവോ? സത്യസാക്ഷ്യം ചെയ്തു കഴിഞ്ഞുവോ? ഇല്ല, അവർ യഹൂദികൾ തന്നെയാണിപ്പോഴും. അവർ യഹൂദി മതത്തിൽ തന്നെയാണിപ്പോഴും. പക്ഷേ അവർ അങ്ങയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം വരാനിരിക്കുന്ന യുദ്ധം ഏതൊക്കെയോ അപകട സൂചനകൾ നിലനിൽക്കുന്ന യുദ്ധമാണ് എന്ന്. പ്രത്യേകിച്ച് നബി കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പ്രവാചകന്മാരുടെ സ്വപ്നമല്ല, പ്രവാചകന്മാരുടെ സ്വപ്നം വഹയ്യ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രമേൽ ശക്തി സംഭരിക്കാൻ കഴിയുമോ അത്രയും സംഭരിക്കേണ്ടതാണ് എന്ന അഭിപ്രായം നബിക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ലാ നസ്തഈലു ബി അഹ്ലിൽ കുഫർ. കാഫിരീങ്ങളുടെ സഹായം നാം സ്വീകരിക്കില്ല. അല അഹ്ലി ഷിർക്ക്, മുശ്രിക്കീങ്ങൾക്കുമേൽ. ഒരു ഭാഗത്ത് മുശ്രിക്കീങ്ങളാണ്, മക്കയിലെ മുശ്രിക്കീങ്ങൾ. അവരെ സഹായിക്കാൻ വേണ്ടി നാം ഒരിക്കലും കാഫിറുകളായ യഹൂദികളെ ഉപയോഗപ്പെടുത്തുകയില്ല, സ്വീകരിക്കുകയില്ല. നബി തീർത്തു പറഞ്ഞു. ആ തീർച്ചയുടെ മുമ്പിൽ അവർക്ക് മടങ്ങേണ്ടി വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.